ഇസ്ലാമിക ചരിത്രത്തിലെ രണ്ടാമത്തെ ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ എന്ന പേര് സ്വീകരിച്ച, ഇസ്ലാമിൻ്റെ വികാസ പ്രക്രിയയിൽ വലിയ പങ്ക് വഹിച്ച, ഒരുപാട് നാടുകളിലേക്ക് ഇസ്ലാം പകർന്നു കൊടുക്കാൻ നേതൃത്വം വരിച്ച, അതേപോലെ തന്നെ നീതിയുടെ പേരിൽ ഏറ്റവും അധികം ഖ്യാതി കേട്ടിരുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഭരണാധിപനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് നമുക്കറിയാം. സുബഹി നമസ്കാരത്തിന് വരുന്ന സമയത്ത് അബൂ ലുഅ്ലുഅ എന്നറിയപ്പെടുന്ന പേർഷ്യൻ അടിമയായ ഫൈറൂസ് എന്ന് പേരുള്ള ഒരാൾ ഇരുതല മൂർച്ചയുള്ളൊരു വാളുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വയറിന് കുത്തി അദ്ദേഹത്തെ മരണശയ്യയിലാക്കുന്നുണ്ട്. ആ കൊലപാതകിയായ മനുഷ്യൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ സ്വഹാബികളിൽപ്പെട്ട പലരും അയാളെ തടയുകയും, പക്ഷെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് ഒരുപാട് വിശ്വാസികളെ പരിക്കേൽപ്പിക്കുകയും, ആ പരിക്കേൽക്കുക വഴി 9 ആളുകൾ 9 വിശ്വാസികളും പിന്നീട് മരണപ്പെടുന്നുണ്ട്. അബൂ ലുഅ്ലുഅ തന്നെ പിന്നീട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് തൻ്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. തൻ്റെ പിതാവിൻ്റെ മരണവാർത്ത കേട്ട ഉബൈദുള്ള റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഉബൈദുള്ള റളിയല്ലാഹു അൻഹു ക്ഷുഭിതനായി. ദേഷ്യം അടക്കി പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. തൻ്റെ പിതാവിൻ്റെ ഘാതകരോട്, കൊലപാതകിയോട് പ്രതികാരം ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ തന്നെ ആ കൊലപാതകിയുടെ വീട്ടിലെത്തി അയാളുടെ മകളെ കൊല്ലുന്നൊരു രംഗമുണ്ട്. ചില റിപ്പോർട്ടുകളിൽ ആ കൊലപാതകിയുടെ ഭാര്യയെയും കൊന്നു എന്ന് കാണാം. അതേപോലെ തന്നെയാണ് തൻ്റെ പിതാവിനെ വധിക്കുന്നതിൽ അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് സംശയിച്ചുകൊണ്ട് ക്രൈസ്തവനായ ജാഫ്ന എന്ന് പറയുന്നൊരു മനുഷ്യനെയും, പാർസിയായിരുന്ന ഹുർമുസാൻ എന്ന് പറയുന്നൊരു മനുഷ്യനെയും ഉബൈദുള്ള റളിയല്ലാഹു അൻഹു വധിക്കുന്ന രംഗമുണ്ട്. പിന്നീട് ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുമ്പോൾ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലേക്ക് വരുന്ന ആദ്യത്തെ കേസുകളിലൊന്ന് ഈ ഉബൈദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ കേസാണ്. ഉബൈദുള്ള റളിയല്ലാഹു അൻഹു നിയമം കയ്യിലെടുത്തു. തൻ്റെ പിതാവിനെ കൊന്ന ആളുകളോട് പകരം ചോദിക്കാനാണെങ്കിലും ശരി, ഉബൈദുള്ള റളിയല്ലാഹു അൻഹു നിയമം കയ്യിലെടുത്തു. ഒരിക്കലും അത് പാടുണ്ടായിരുന്നില്ല എന്ന ചർച്ച വരുന്നു. അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രമുഖർ തീർത്തും അതിന് ഇസ്ലാമികപരമായ ശിക്ഷ ഉബൈദുള്ള റളിയല്ലാഹു അൻഹുവിന് കിട്ടണം എന്ന രൂപത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് നമുക്കറിയാം ഇസ്ലാമിലെ നിയമം അനുസരിച്ച് ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് വധശിക്ഷയിൽ ഇളവ് കൊടുക്കാൻ കഴിയും. പക്ഷേ ഈ ഫൈറൂസ് എന്ന അബൂ ലുഅ്ലുഅയുടെ കുടുംബമൊന്നും ബാക്കിയില്ലാത്തതിനാൽ ബ്ലഡ് മണി നിശ്ചയിക്കുന്നുണ്ട്. അത് ബൈത്തുൽ മാലിലേക്കാണ് കണ്ടുകെട്ടുക, രാജ്യത്തിൻ്റെ സ്വത്തിലേക്കാണ് കണ്ടുകെട്ടുക. അങ്ങനെ ഇസ്ലാമിക കോടതി ശിക്ഷ വിധിക്കുമ്പോൾ അതിൽ ഈ ഒരു ബ്ലഡ് മണി എന്നുള്ള ആ ഒരു എമൗണ്ട് തീരുമാനിക്കുന്നത് 4 ആളുകൾ അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഉബൈദുള്ള റളിയല്ലാഹു അൻഹു വധിച്ചിട്ടുണ്ട്. അതിൽ ഓരോരുത്തർക്കും 1000 ദീനാറ് വീതം 4000 ദീനാർ നഷ്ടപരിഹാരമായി കൊടുത്താൽ ആ വധശിക്ഷയിൽ നിന്ന് ഇളവ് തരാം എന്നൊരു വ്യവസ്ഥയിലെത്തി. 10 വർഷം ഖലീഫയായി ഭരണം നടത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകന് ഇത്രയും പണം കൊടുക്കാൻ ശേഷിയുണ്ടായിരുന്നില്ല. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് അത്രയും തുക ഉബൈദുള്ള റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുകയും അത് ബ്ലഡ് മണിയായി സ്വീകരിക്കുകയും വധശിക്ഷയിൽ അദ്ദേഹത്തിന് ഇളവ് നൽകപ്പെടുകയും ഉണ്ടായി എന്ന്. എന്തുകൊണ്ട് ഈ ചരിത്രം സൂചിപ്പിച്ചു വന്നത്, ഇന്ന് ഇസ്ലാമിൻ്റെ ശിക്ഷാവിധികളെക്കുറിച്ചും
ഇസ്ലാമിൻ്റെതായ ശിക്ഷകളെക്കുറിച്ചുമൊക്കെ വലിയ തോതിൽ സമൂഹത്തിൽ ചർച്ചയാവുകയും അത് 6-ാം നൂറ്റാണ്ടിലെ കാടൻ നിയമമാണ് എന്ന രൂപത്തിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാമിൻ്റെതായ നീതിയെക്കുറിച്ചും തിന്മ ചെയ്താൽ അതിനുണ്ടാകേണ്ടുന്ന ശിക്ഷ എന്താണ് എന്നത് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചതിനെക്കുറിച്ചും ഇൻഷാ അല്ലാഹ് നമുക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനുമുണ്ട്.